ശ്രീ അരുൺകുമാർ, ഈ ആശാമാരുടെ സമരത്തിൽ ഒരു പ്രശ്നം അവർ ചൂണ്ടിക്കാട്ടുന്നത് അവർ തൊഴിലാളികളാണ്. അപ്പോൾ തൊഴിലാളികളുടെ മിനിമം കൂലിയെക്കുറിച്ച് CPM-ന്, LDF-ന്, CITU-ന് ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്. അവരുടെ വേതനം 700 ആക്കും എന്ന് നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. പിന്നെ അവർ എവിടെയാണ് സമരം ചെയ്യേണ്ടത്? കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ മതിയോ? അവർ നിങ്ങളുടെ മുമ്പിൽ വരുന്നു. കുറഞ്ഞ പക്ഷം സർക്കാർ അവരെ കേൾക്കേണ്ടതാണ്. പകരം അധിക്ഷേപ വർത്തമാനങ്ങൾ തുടരുന്നു, ഹർഷകുമാറും എളമരംഗിരിയുമെല്ലാം. ഇവിടെ അവർ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണോ എന്നാണല്ലോ നോക്കേണ്ടത്. അവർ തൊഴിലാളികളാണോ എന്ന് എങ്കിലും നിങ്ങൾ അംഗീകരിക്കണ്ടേ? എങ്കിൽ അവരുടെ സമരത്തെ നിങ്ങൾ കേൾക്കണ്ടേ? ഇതേ വളരെ ബേസ് ഇല്ലാത്തൊരു ചോദ്യമാണ് താങ്കൾ ചോദിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഒരു സ്കീം 2025-ലാണ് ഈ സ്കീം പ്രഖ്യാപിച്ചത്. കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ്, കേരളം ഭരിക്കുന്നത് കോൺഗ്രസ്. 2026-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുന്നതുവരെ കേരളത്തിലെ UDF അത് നടപ്പാക്കി. ആ സ്കീം നടപ്പാക്കുന്ന കേന്ദ്രത്തിന്റെ സ്കീമാണ്. അതായത് അശ്വമേധമായാലും ഇന്ദ്രധനുസായാലും പൾസ് പോളിയോ, TB നിർമ്മാർജ്ജനം അടക്കം സ്കീമാണ്. CITU ഈ 10 ലക്ഷം തൊഴിലാളികൾ ആശാ വർക്കേഴ്സിന്റെ ഈ രാജ്യത്ത്. കേരളത്തിലാണെങ്കിൽ അത് 26,125 26,125 ആശാ വർക്കേഴ്സ് കേരളത്തിലുള്ളതിൽ 20,150 പേരും CITU-ന്റെ മെമ്പർഷിപ്പ് ഉള്ളതാണ്. ഞാൻ അപ്പോൾ അങ്ങേക്കൊരു റെപ്രസെന്റേഷൻ അയച്ചിട്ടുണ്ട്. അത് ആശാ വർക്കേഴ്സിന്റെ കേന്ദ്ര കമ്മിറ്റി, CITU-ന്റെ കേന്ദ്ര കമ്മിറ്റി ഇന്ത്യൻ ഗവൺമെന്റിന് കൊടുത്ത് നവംബർ മാസത്തിൽ ഡൽഹിയിൽ പോയി വലിയ സമരം നടത്തിയ ആ റെപ്രസെന്റേഷനാണ്. ആ റെപ്രസെന്റേഷൻ തുടങ്ങുന്നത് തന്നെ ഞങ്ങൾക്ക് 26,000 രൂപ ശമ്പളമാക്കി മാറ്റണമെന്നാണ്. താങ്കൾ എന്നോടിപ്പോൾ ചോദിച്ച ചോദ്യം വർക്കേഴ്സ് ആണല്ലോ, അല്ല ഇത് തൊഴിലാളിയാണല്ലോ എന്നതാണ്. പക്ഷെ ഇത് തൊഴിലാളിയല്ല, ആശാ വർക്കറാണ്. അവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ആ തൊഴിലാളിയായിട്ട് അംഗീകരിക്കപ്പെട്ടാലാണ് അവർ മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ വരൂ. അവർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റൂ, മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റൂ. ഫസ്റ്റ് വാചകം അങ്ങൊന്ന് വായിക്കണം. AWFFI ഓർഗനൈസ് മാർച്ച് ടു പാർലമെന്റ് അറ്റ് ജന്തർ മന്ദർ ഡിമാൻഡിംഗ് റെഗുലറൈസേഷൻ മിനിമം വേജസ് ഓഫ് Rs 26,000 പെർ മന്ത്, സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് പെൻഷൻ ഫോർ ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേഴ്സ്, ഹെൽത്ത് ഫോർ ഓൾ ആശാ വർക്കേഴ്സ് വിൽ ഗോ ഡോർ ടു ഡോർ അഗൈൻസ്റ്റ് ദ പോളിസീസ് ഓഫ് മോഡി ഗവൺമെന്റ്. അതായത് ഇപ്പോഴും ഇവർ വർക്കേഴ്സ് ആണ്. ഇവർ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്ന വോളണ്ടിയേഴ്സ് ആണ്. ഇവരെ തൊഴിലാളിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് രാജ്യത്തെ 10 ലക്ഷം ആശാ വർക്കേഴ്സിനെയും തൊഴിലാളിയായിട്ട് അംഗീകരിക്കണമെന്നും അവർക്ക് വേതനം കൊടുക്കണം, സാലറി കൊടുക്കണം. ഇപ്പോൾ അവർക്ക് സാലറി അല്ല, ഓണറേറിയം ഇൻസെന്റീവ് ആണ്. ഓണറേറിയത്തിന്റെ മീനിങ്ങും ഇൻസെന്റീവിന്റെ മീനിങ്ങും ഞാൻ അങ്ങേ പഠിപ്പിക്കണ്ടല്ലോ. അവർക്ക് സാലറി കൊടുക്കണം. അതുപോലെ തൊഴിൽ സ്ഥിരത വേണം. അങ്ങനെ വന്നാലേ പെൻഷൻ കിട്ടൂ, മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികൾ കിട്ടൂ. ഈ ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരി കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്ത് ഈ ആവശ്യം ഉന്നയിച്ച് സമരം നടത്തുന്ന ഏക പ്രസ്ഥാനം ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് CITU ആണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ 2 സമരം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഓണറേറിയത്തിന്റെ ഡിലേ വന്നപ്പോൾ 2 സമരം നടത്തി. അത് 16/10/2024 ഒത്തുതീർപ്പായി. മറ്റു തല സ്കീം ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലുണ്ടായിട്ടുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥയും ഞാൻ അജിംസിന് അയച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഈ ഫെബ്രുവരിയിൽ 6ഉം 7ഉം നടത്തിയ 48 മണിക്കൂർ ഉപരോധത്തിന്റെ ഭാഗമായിട്ടുള്ള ഒത്തുതീർപ്പ്, ആ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കുടിശ്ശിക അടക്കം വിതരണം ചെയ്തത്. അതിൽ ഒന്നാമത്തെ കാര്യം, ആശയുടെ സർക്കുലർ പരിഷ്കരിക്കുന്നതിനായി BHS-ലെയും NHM-ലെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കും. പ്രസ്തുത കമ്മിറ്റി പഠനം നടത്തി ഉപാധിരഹിത ഓണറോറിയം സംബന്ധിച്ച തീരുമാനത്തിനായി 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ തീരുമാനിച്ചു. അതായത് 2025 ഫെബ്രുവരി മാസം 6 മുതൽ 2 ആഴ്ചയ്ക്ക്, അത് ഫെബ്രുവരി മാസം 20-ാം തീയതി അവസാനിച്ചു. പ്രസ്തുത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനം വരുന്നതുവരെ പ്രതിമാസ ഓണറേറിയം ഉപാധികളിൽ നിലവിലെ 10-ൽ 5 ഉപാധികൾ പൂർത്തീകരിച്ചാൽ ആശമാർക്ക് മുഴുവൻ പ്രതിമാസ ഓണറേറിയം നൽകുന്നതിന് തീരുമാനിച്ചു. അത് കൃത്യമായി ഇപ്പോൾ കൊടുത്തു തീർന്നു. 3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു കുടിശ്ശികയുമില്ല. അതായത് ആശമാർ ഉന്നയിച്ച മുഴുവൻ മുദ്രാവാക്യങ്ങളും പൂർത്തീകരിച്ചു. ഇന്നലെ ഞാൻ മറ്റൊരു ചർച്ചയിൽ ഇരുന്നപ്പോൾ ആശയുടെ സംസ്ഥാന നേതാക്കന്മാർ ഇപ്പോൾ ഈ പറഞ്ഞ പരാമർശിച്ച ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഒന്ന് 62 വയസ്സാകുമ്പോൾ പിരിച്ചുവിടണമെന്ന സർക്കുലർ സംസ്ഥാന ഗവൺമെന്റ് ഇറക്കി, അത് നിലനിൽക്കുകയാണ്, അതിനെതിരാണ് ഞങ്ങളുടെ സമരം. അത്തരത്തിലൊരു സർക്കുലർ കേന്ദ്ര നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഇറങ്ങി, അത് അപ്പോൾ തന്നെ മരവിപ്പിച്ചു. ഇപ്പോഴും 65ഉം 68ഉം വയസ്സായവർ ജോലി ചെയ്യുന്നു. മറ്റൊന്ന്, ഇവിടെ മറ്റു ജോലികൾ ആശകൾ ചെയ്യാൻ പാടില്ല എന്ന സർക്കുലർ കേരളത്തിലുണ്ട് എന്നതാണ്. എന്താ സർക്കുലർ ഉള്ളത്? മറ്റു ഫുൾ ടൈം ജോലി ചെയ്യുന്നവർ, മറ്റു മേഖലയിൽ ഫുൾ ടൈമറായി ജോലി ചെയ്യുന്നവർ ആശാ വർക്കേഴ്സിന്റെ ചുമതല നിർവഹിച്ചാൽ ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള സേവനം എത്തില്ല, അത് പാടില്ല എന്നതാണ്.
അതൊക്കെ ഈ എല്ലാ സംസ്ഥാനത്തും ഉള്ളതല്ലേ. മറ്റ് ഫുൾ ടൈം ജോലി ചെയ്യുന്നവർക്ക് ആശാ വർക്കേഴ്സിന്റെ ജോലി ചെയ്യാൻ കഴിയുമോ? അപ്പൊ ഇല്ലാത്ത സർക്കുലറിനെ കുറിച്ച് തെറ്റിദ്ധാരണ പരപ്പിക്കുന്ന രീതിയിൽ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര പദ്ധതികളെല്ലാം വെട്ടിക്കുറച്ചത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റിലെ പദ്ധതി വെട്ടിക്കുറച്ചത്. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇവിടെ ആശ്വാസ കിരൺ പദ്ധതി, ഇൻഷുറൻസ് പദ്ധതി വെട്ടിക്കുറച്ച് കേന്ദ്രമാണ്. അപ്പൊ ഇത്തരത്തിൽ തൊഴിലാളിയായി നിങ്ങളെ അംഗീകരിക്കാൻ ജനകീയ പ്രശ്നം ഉയർത്തിക്കൊണ്ട് സമരം നടത്തുന്ന പ്രസ്ഥാനത്തെ 700 രൂപ മിനിമം കൂലി നൽകും ഇവർക്ക് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിൽ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുമെന്നല്ലേ പറയേണ്ടത്? അത് അല്ല, ഞങ്ങൾ ഇവര് തൊഴിലാളിയായി കേന്ദ്രം അംഗീകരിക്കപ്പെട്ടാൽ അവർക്ക് സാലറി കൊടുക്കുന്ന സാഹചര്യം വരും. അപ്പോൾ മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ വരും. ഈ സമൂഹത്തിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളെയും മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് LDF ആഗ്രഹിക്കുന്നത്. കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ഈ കോച്ചി പിടിക്കുന്ന നിങ്ങളുടെ പ്രകടനപത്രിക അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ പ്രകടനപത്രികയാണ്. ഒരു നിമിഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടനപത്രികയിൽ ഞങ്ങൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ഇവരെ വർക്കേഴ്സായി അംഗീകരിക്കും, മിനിമം കൂലി കൊടുക്കുമെന്ന് പറയാം. ഇത് അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞത്. ഇവർക്ക് മിനിമം വേതനം ഉറപ്പാക്കുമെന്നാണ് നിങ്ങളുടെ പ്രകടനപത്രിക പറയുന്നത്. മിനിമം വേതനം ഉറപ്പാക്കാൻ ഉജ്ജ്വലമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ പോരാട്ടങ്ങൾക്ക് മുന്നിൽ കേന്ദ്ര ഗവൺമെന്റിനെ മുട്ടുമടക്കിച്ച് ആ തീരുമാനം എടുപ്പിക്കും എന്നുള്ള ഇച്ഛാശക്തിയോടുള്ള ഇടപെടലാണ് നടത്തിയത്. ഇപ്പൊ ഈ സഹോദരി പറഞ്ഞല്ലോ INTUCയുടെ കാര്യം, INTUCയും വന്നില്ലല്ലോ എന്ന്. ഈ ആശാ വർക്കേഴ്സിന് വേണ്ടി ഒരു കൈ പൊക്കാൻ, ഒരു മിനിറ്റ് സമരം നടത്താൻ ഈ കേരളത്തിലെ INTUCനെ, രാജ്യത്തെ INTUCയെ കണ്ടോ? ഇവിടുത്തെ CITU അല്ലേ കണ്ടത്? കോച്ചി പിടിപ്പിക്കുന്ന തണുപ്പിലും ഈ നവംബർ മാസത്തിലാണ് ഞങ്ങൾ ഡൽഹിയിൽ പോയേ. 14 സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളാണ് സമരം തുടങ്ങിയത്. സമരം അവസാനിക്കുമ്പോൾ 18 സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ അണിനിരന്നു. ഞങ്ങൾ ഇപ്പോഴും നിരന്തര പോരാട്ടത്തിൽ തന്നെയാണ്. ആ പോരാട്ടത്തിന്റെ ഭാഗമായി നേടിയെടുത്ത നേട്ടങ്ങൾ ഒന്ന് ആലോചിച്ച്. UDF ഭരിക്കുമ്പോൾ 300-ൽ നിന്ന് 1000 രൂപയായി മാറി 2016-ൽ. 2016-ൽ 5 വർഷം പൂർത്തീകരിച്ച് ഉമ്മൻചാണ്ടി പോകുമ്പോഴും ഇവിടെ വെറും 1000 രൂപയാണ് അവർക്ക് ഓണറേറിയം. വലിയ സമരം നടത്തുമ്പോൾ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കാമെന്ന് VS ശിവകുമാർ അന്നത്തെ മന്ത്രി വാഗ്ദാനം കൊടുത്തു. എന്തിയാ VS ശിവകുമാർ കൊടുത്ത വാഗ്ദാനം പാലിക്കാത്ത? എവിടെ കിട്ടിയ 5000? അന്നും 1000 ഉള്ളൂ. 1000, 2000, 3000, 4000, 5000, 6000, ഇപ്പൊ 7000. 6000 രൂപ വർധനവ് നടത്തി ഈ 9 കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾ വരുത്തിയ മാറ്റമാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഈ ആനുകൂല്യമില്ല. ഞാൻ ആ പട്ടിക അയക്കാം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്രയധികം ആനുകൂല്യം കിട്ടുന്ന സാഹചര്യമില്ല. ഇവിടെ ഫിക്സഡ് ഓണറേറിയം ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ അതുപോലെ ജനറൽ ഇൻസെന്റീവ് ഉണ്ട്. ജനറൽ ഇൻസെന്റീവും ഫിക്സഡ് ഇൻസെന്റീവും ഉണ്ട്. ഇതെല്ലാം കിട്ടുമ്പോൾ 13,200 രൂപ കിട്ടുന്ന ഒറ്റ സംസ്ഥാനവും ഈ ഇന്ത്യയിലില്ല. ഇത്ര വലിയ നേട്ടമുള്ള ഈ കേരളത്തിന്റെ ഗവൺമെന്റ് ആ നടത്തിയ ഇടപെടൽ, അതിൻ്റെതായിട്ടുള്ള നേട്ടമുണ്ടായത് ഈ 8 വർഷത്തിനിടയില്ല. ആ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ ഇറക്കിത്തിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് ഞങ്ങൾക്കിതിൽ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്ന്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കടൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാത്തിലും ഉദ്ദേശശുദ്ധിയിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം വാക്കുപാലിച്ച് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ്, മാനവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും സമാനതകളില്ലാത്ത മുന്നേറ്റം സൃഷ്ടിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധിയിൽ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും സഹിച്ചാൽ മതി. ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കും.